ശബരിമലയുടെ മൂലസ്ഥാനമാണ് മണിമണ്ഡപം. മറവപ്പടയെ തോൽപ്പിച്ചെത്തിയപ്പോൾ അയ്യപ്പൻ ഇരുന്നു വിശ്രമിച്ച സ്ഥലമാണത്രേ ഇത്. മാളികപ്പുറത്തു നടയുടെ സമീപത്താണ് മണിമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതും ഇവിടെ നിന്നു തന്നെയാണ്. ദ്രാവിഡ ആചാരപ്രകാരമാണ് മണിമണ്ഡപത്തിലെ പൂജകൾ നടത്തിവരുന്നത്. സാധാരണ ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് അടഞ്ഞുകിടക്കുന്ന മണിമണ്ഡപവും അകത്ത് കത്തിച്ച നിലവിളക്കും പീഠവും ആണ് കാണാൻ കഴിയുന്നത്. എന്നാൽ മകരവിളക്ക് ദിനം മുതലാണ് ഇവിടെ കളമെഴുത്തും ഗുരുതിയും അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നത്. തന്ത്രിക്കോ മേൽശാന്തിക്കോ ഇവിടെ പൂജകൾ ചെയ്യാൻ അധികാരമില്ല. പകരം കുന്നക്കാട്ട് കുടുംബത്തിനാണ് അവകാശം. മകരവിളക്ക് ദിനം മുതൽ കളമെഴുത്തും എഴുന്നള്ളിപ്പും ഉണ്ടാകും. അയ്യപ്പൻ്റെ മീശ പിരിച്ച മുഖത്തോടു കൂടിയ തിടമ്പാണ് എഴുന്നള്ളിക്കുന്നത്. ആദ്യ 4 ദിവസം 18-ാം പടിക്ക് സമീപം വരെ എഴുന്നള്ളി നായാട്ടുവിളിക്ക് ശേഷം മടങ്ങുകയും 5-ാം ദിവസം ശരംകുത്തി വരെ എഴുന്നള്ളുകയും ചെയ്യുന്നു. എല്ലാ ഉത്സവവും കഴിഞ്ഞ് ഭക്തരെ യാത്രയാക്കുന്നു എന്ന സങ്കല്പത്തിൽ വാദ്യമില്ലാതെ വിളക്കണച്ചാണ് മടങ്ങുന്നത്. 6-ാം ദിവസത്തെ ഗുരുതിയോടെയാണ് മണിമണ്ഡപത്തിലെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. മകരജ്യോതി കഴിഞ്ഞാൽ 5 ദിവസം കളമെഴുത്തുണ്ട്. പഞ്ചവർണ്ണങ്ങളിൽ ധർമ്മശാസ്താവ്, പുലിവാഹനൻ, അയ്യപ്പൻ്റെ പ്രതിഷ്ഠാ വിഗ്രഹം എന്നിവയാണ് കളമെഴുതുന്നത്. പ്രകൃതിദത്തമായ നിറമാണ് ഇതിനുപയോഗിക്കുന്നത്. ശബരിമലയിൽ ശ്രീകോവിലിനോളം പ്രാധാന്യം മണിമണ്ഡപത്തിനുണ്ട്. അയ്യപ്പൻ തപസ്സനുഷ്ഠിച്ച കാലത്ത് പൂജിച്ചിരുന്ന 3 ശ്രീചക്രങ്ങളിൽ ഒന്ന് മണ്ഡപത്തിനടിയിലുണ്ടെന്നാണ് വിശ്വാസം. മറ്റൊന്ന് ശ്രീകോവിലിലും പിന്നെയുള്ളത് 18-ാം പടിയിലും ആണെന്നാണ് പറയപ്പെടുന്നത്.